മധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം. കാസർഗോഡ് ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. വേവിക്കാത്ത അപ്പം ആണ് ഇവിടെ കൊടുക്കുന്നത്, പച്ചയപ്പം. പ്രശ്നചിന്ത പ്രകാരം ഇവിടെ ഗണപതിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ശിവനെ ആരാധിക്കാൻ വന്ന പൂജാരിമാർ കളി എന്നോളം കുറച്ച് കുട്ടികൾ ഗണപതിയെ പൂജിക്കുന്നത് കാണുകയും പ്രശ്നം വെക്കുകയും പ്രശ്നചിന്തയിൽ ഇത് ഗണപതിയുടെ സാന്നിധ്യം കണ്ട് ചുമരിൽ നിന്ന് പുറത്തേക്ക് വന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ഗണപതി ഉള്ളത്. മറ്റൊരു പ്രസാദം ഇവിടെയുള്ളത് ഉണ്ണിയപ്പം അഥവാ മൂടപ്പ സേവ. ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ്. ഭീമമായ ചെലവ് കൊണ്ട് 1990 കാലഘട്ടത്തിലാണ് ഇത് അവസാനമായി നടന്നത്. 35 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. ഈ വർഷം 2025 ഏപ്രിൽ മാസം നടക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ഒരിക്കൽ അമ്പലത്തെ ആക്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ദാഹം തോന്നിയിട്ടാണ് അപ്പം ദാഹം ശമിക്കാൻ വേണ്ടി അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ദാഹം ശമിച്ചതിന് ശേഷം അദ്ദേഹം ക്ഷേത്രം നശിപ്പിക്കാതെ വാളുകൊണ്ടൊരു വര വരച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് ഒരു നല്ല വലിപ്പമുണ്ടായിരുന്നു. ഈ രൂപം ഉയരത്തിൽ വലുതാകുകയായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഒരു കന്നഡ സ്ത്രീ ഗണപതി നടയിൽ വന്ന ശേഷം ഉയരത്തിൽ വളരരുത്, വീതിയിൽ വളരൂ, അങ്ങനെ വീതിയിൽ വളരുവാൻ തുടങ്ങുകയുണ്ടായി. വിഗ്രഹം ഇന്നും വളരുന്നുണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും. സിദ്ധി, ബുദ്ധി, തടസ്സങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് വിഘ്നേശ്വരൻ അഥവാ ഗണപതി എന്ന സങ്കല്പം. നിരവധി ഉപദേവതകളും ഉണ്ട്. കാശി വിശ്വനാഥൻ, ധർമ്മശാസ്ത്ര, സുബ്രഹ്മണ്യ, ദുർഗപരമേശ്വരി, വീരഭദ്രൻ, നാഗദൈവങ്ങൾ, ഗുളികൻ. ശിവന്റെ ശ്രീകോവിലിൻ്റെ പിറകിൽ പാർവതിയുടെ സാന്നിധ്യവുമുണ്ട്.